എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനത്തിനുള്ള തേർഡ് അലോട്ട്മെൻറ്റ് ഈ മാസം 5-ാം തീയതി പ്രസിദ്ധീകരിക്കും. അപ്പോൾ റിസൾട്ട് എങ്ങനെയാണ് ചെക്ക് ചെയ്യുക, പെർമനൻറ്റ് ഓർ ടെമ്പററി അഡ്മിഷൻ എങ്ങനെയാണ് നടക്കുക, വിശദമായ വാർത്തയിലേക്ക് പോകാം. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട. ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പോകാനും പ്രത്യേകം ശ്രദ്ധിക്കുക. വിദ്യാഭ്യാസപരമായ വാർത്തകൾക്കും ഡിഗ്രി സംബന്ധിച്ചുള്ള മുഴുവൻ അറിയിപ്പുകൾക്കും നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു നഷ്ടം ഉണ്ടാവില്ല, നിങ്ങൾക്ക് ലാഭം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് വന്നിട്ടുമായി നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്ന 100 പേർ വീഡിയോ കാണുമ്പോൾ 10 വിദ്യാർത്ഥികൾ പോലും നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് പോലും ചെയ്യുന്നില്ല. വിദ്യാഭ്യാസപരമായിട്ടുള്ള എന്തറിയിപ്പുകളുണ്ടെങ്കിലും ആദ്യം തന്നെ വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുന്നതാണ്. നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു എന്ന് നിങ്ങൾക്ക് എന്താണ് ഓൾറെഡി നമ്മൾ പ്രീമിയർ വീഡിയോസൊക്കെ അപ്ലോഡഡ് ആണ് ഓൾറെഡി നമ്മുടെ ചാനലിൽ. അപ്പം അതൊക്കെ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്ന ടൈമിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഒന്ന് ഷെയർ ചെയ്തിരിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ഇരിക്കുമ്പം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനത്തിനുള്ള തേർഡ് അലോട്ട്മെൻറ്റ് ലിസ്റ്റ് ഈ മാസം 5-ന് പ്രസിദ്ധീകരിക്കും. അപ്പോൾ ഈ മാസം 5-ന് തേർഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുമെന്ന് അറിയിപ്പുണ്ടെങ്കിൽ പോലും പറഞ്ഞതിലും ഒരു ദിവസം നേരത്തെ 4-ാം തീയതിയോടെ തന്നെ എന്ത് ചെയ്തിരിക്കും, തേർഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിന് കാരണം എന്ന് നമ്മൾ എപ്പോഴും എടുത്തു കാണിക്കുന്നത്, ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ജൂൺ 20-ന് വരുമെന്ന് അറിയിച്ചെങ്കിൽ ജൂൺ 19-ന് വന്നു. സെക്കൻഡ് അലോട്ട്മെൻറ്റ് എന്ത് ചെയ്തു, ജൂൺ 27-ന് വരുമെന്ന് അറിയിച്ചെങ്കിൽ 26-ന് വന്നു. അപ്പോൾ തേർഡ് അലോട്ട്മെൻറ്റ് എന്ത് ചെയ്യും, ജൂലൈ 5-നാണ് വരുന്നതെന്നാണ് അഡ്മിഷൻ ഷെഡ്യൂൾ പറയുന്നത്. ജൂലൈ 5-ന് തേർഡ് അലോട്ട്മെൻറ്റ് വരുമെന്ന് അഡ്മിഷൻ ഷെഡ്യൂൾ അറിയിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ നോക്കിക്കോ, ഒരു 90-95% എന്ത് ചെയ്യും നിങ്ങൾ നോക്കിക്കോ, ഒരു 4-ാം തീയതി പ്രസിദ്ധീകരിക്കും. ഉറപ്പൊന്നും പറഞ്ഞില്ല, ഒരു 90-95%. ഫസ്റ്റ് അലോട്ട്മെൻറ്റും സെക്കൻഡ് അലോട്ട്മെൻറ്റും ഒക്കെ വന്നപ്പോൾ നിങ്ങളത് കണ്ണും കൊണ്ട് തന്നെ കണ്ട കാര്യമാണ്. നമുക്ക് പറഞ്ഞതിൽ ഒരു ദിവസം നേരത്തെ അങ്ങനെ പ്രസിദ്ധീകരിക്കുന്നുണ്ടത് വിദ്യാർത്ഥികൾക്ക് തന്നെയാണ് അതിൻ്റെ ഉപകാരം. കാരണം എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, വിദ്യാർത്ഥികൾക്ക് അതിൻ്റെ ഉപകാരം ലഭിക്കുന്നത്. സൈറ്റ് ഡിലേ ആകില്ല, പറഞ്ഞ ദിവസം മാത്രമേ വിദ്യാർത്ഥികൾ നോക്കുകയുള്ളൂ. സൈറ്റ് ഡിലേ ആകുന്ന പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടി യൂണിവേഴ്സിറ്റി കണ്ടെത്തിയ ഒരു മാർഗം. മറ്റ് യൂണിവേഴ്സിറ്റികളുണ്ട്, കേരള യൂണിവേഴ്സിറ്റി, MG യൂണിവേഴ്സിറ്റി, കണ്ണൂർ യൂണിവേഴ്സിറ്റി ഓൾറെഡി കിടപ്പുണ്ട്. ഇവർ എന്ത് ചെയ്യും, പറഞ്ഞതിലും 2-3 മണിക്കൂറുകൾ നേരത്തേക്കേ പ്രസിദ്ധീകരിക്കുകയുള്ളൂ. ഇപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വൈകുന്നേരം 7 മണിക്ക് വരുമെന്നായിരുന്നു പറഞ്ഞത്. ഇപ്പം ഞാൻ 4:30 ആയപ്പോൾ വെബ്സൈറ്റിൽ കയറുന്നത്, 4:30 ആയപ്പോൾ ഇതാ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നിരിക്കുന്നു. സെക്കൻഡ് അലോട്ട്മെൻറ്റ് 7 മണിക്ക് വരുമെന്ന് അറിയിച്ചത്, പക്ഷേ എന്ത് ചെയ്തു, 4:30 ആയപ്പോൾ വന്ന്. അതുപോലെ എന്താണ് മറ്റ് യൂണിവേഴ്സിറ്റീസൊക്കെ എന്താണ് ടൈമിൽ ചെറിയ വ്യത്യാസങ്ങൾ, അതായത് പറഞ്ഞ ടൈമിലും മണിക്കൂറുകളിലും 2-3 മണിക്കൂറുകൾ നേരത്തെ, അല്ലെങ്കിൽ ചിലപ്പോൾ 2-3 മണിക്കൂറുകൾ വൈകി വന്നാലേ ഉള്ളൂ. പക്ഷേ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എപ്പോഴും എന്ത് ചെയ്യാറുണ്ട്, പറഞ്ഞതിലും ഒരു ദിവസം നേരത്തെയാണ് എല്ലാ അലോട്ട്മെൻറ്റുകൾ പുറത്തു വിടുന്നത്. അങ്ങനെ പുറത്തു വിടുമ്പോൾ വിദ്യാർത്ഥികൾക്ക് അതിൻ്റെ ഗുണം ഉണ്ട്. ഗുണമുണ്ടെന്ന് പറയുന്നതിന് കാരണം, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റിസൾട്ട് സുഗമമായി പരിശോധിക്കാൻ സാധിക്കും അങ്ങനെ പുറത്തു വിട്ട് കഴിയുമ്പോൾ. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് സുഗമമായി പരിശോധിക്കാനുള്ള സംവിധാനത്തിന് വേണ്ടിയാണ് റിസൾട്ട് അങ്ങനെ പുറത്തു വിടുന്നത്. ഇനി എങ്ങനെയാണ് റിസൾട്ട് ചെക്ക് ചെയ്യുക? കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നിങ്ങൾ ഗൂഗിളിലോ ക്രോമിലോ കയറി സെർച്ച് ചെയ്തോളുക. ഡയറക്റ്റ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെർച്ച് ചെയ്താൽ മതി. അത് www.എന്നോ kerala.gov.in അങ്ങനെയൊന്നുമില്ല. ഡയറക്റ്റ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്ന് സെർച്ച് ചെയ്താൽ മതി. നേരെ വെബ്സൈറ്റിലേക്ക് പോകും. അതിൽ ഡയറക്ടറേറ്റ് ഓഫ് അഡ്മിഷൻ എന്ന് കാണും. അതിൽ ക്ലിക്ക് ചെയ്താൽ FY UG CAP 2024 എന്ന ലിങ്ക് കാണാൻ സാധിക്കും. 4 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് സെൻട്രലൈസർ അലോട്ട്മെൻറ്റ് പ്രോസസ്സ് എന്നാണ് 2024 FY UG CAP എന്ന ലിങ്കാണ് സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ ID-യും പാസ്വേഡും നൽകി ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ കൺഗ്രാജുലേഷൻ, യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്നാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചു. യു ഹാവ് നോ അലോട്ട്മെൻറ്റ്, വെയിറ്റ് ഫോർ നെക്സ്റ്റ് അലോട്ട്മെൻറ്റ് എന്നാണ് കാണിക്കുന്നതെങ്കിൽ ഈ അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് സീറ്റ് ലഭിച്ചിട്ടില്ല. ഇങ്ങനെയാണ് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് വിവരങ്ങൾ പരിശോധിക്കേണ്ടത്. പെർമനൻറ്റ് ഓർ ടെമ്പററി അഡ്മിഷൻ എങ്ങനെയാണ് നടക്കുക? ഇതിൽ പെർമനൻറ്റ് അഡ്മിഷനേ ഉള്ളൂ. തേർഡ് അലോട്ട്മെൻറ്റ് അന്തിമ അലോട്ട്മെൻറ്റാണ്. നിങ്ങൾക്ക് കിട്ടിയത് ഏത് ഓപ്ഷനായാലും, ഇനി 10ാമത്തെ ഓപ്ഷൻ ആയിക്കോട്ടെ, 20ാമത്തെ ഓപ്ഷൻ ആയിക്കോട്ടെ, മാക്സിമം 20 കൊടുക്കാൻ പറ്റും. 5ാമത്തെ 6ാമത്തെ ഏത് 19ാമത്തെ 20ാമത്തെ ഓപ്ഷൻ കിട്ടിയാലും, 1ാമത്തെ കിട്ടിയാലും 2ാമത്തെ കിട്ടിയാലും ഏതായാലും എന്താണ്,
പെർമനൻ്റ് അഡ്മിഷനേ ഉള്ളൂ. പക്ഷേ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരെ അല്ലെങ്കിൽ ഫസ്റ്റ് സെക്കൻഡ് അലോട്ട്മെൻറ്റുകളിൽ എന്തുണ്ടായിരുന്നു? ഫസ്റ്റ് ഓപ്ഷൻ കിട്ടിയാൽ നിർബന്ധമായും പെർമനൻ്റ് അഡ്മിഷൻ, അല്ലാതെയുള്ള ഏത് കിട്ടിയാലും വിദ്യാർത്ഥികൾക്ക് എന്ത് ചെയ്യാം, ചൂസ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ പെർമനൻ്റ് എടുക്കാം, അല്ലെങ്കിൽ ടെമ്പററി ആയിട്ട് ജോയിൻ ചെയ്യാം. പക്ഷേ തേർഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുമ്പോൾ സംഭവമാകെ മാറി മറിയുകയാണ്. എല്ലാ വിദ്യാർത്ഥികൾക്കും പെർമനൻ്റ് അഡ്മിഷനാണ്, എല്ലാവരും സ്ഥിരമായിട്ട് ജോയിൻ ചെയ്യണം. നിങ്ങൾക്ക് പിന്നെ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ടൈമിലോ സ്പോട്ട് അഡ്മിഷൻ്റെ ടൈമിലോ മാത്രമേ മാറ്റാനുള്ള അവസരം ഉണ്ടാവുള്ളൂ. ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ടൈമിലോ സ്പോട്ട് അഡ്മിഷൻ്റെ ടൈമിലോ മാത്രമേ നിങ്ങൾക്ക് മാറ്റാൻ അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മുടെ ചാനലിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്നത് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ അപേക്ഷിച്ച മറ്റേതെങ്കിലും വിദ്യാർത്ഥി ഉണ്ടെങ്കിൽ, നിങ്ങൾ തേർഡ് അലോട്ട്മെൻറ്റിൽ കാലിക്കറ്റും കണ്ണൂരും ഒക്കെ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ തേർഡ് അലോട്ട്മെൻറ്റിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ, നിങ്ങൾക്കും കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ തേർഡ് അലോട്ട്മെൻറ്റിൻ്റെ പ്രീമിയർ വീഡിയോയും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ തേർഡ് അലോട്ട്മെൻറ്റ് പ്രീമിയർ വീഡിയോയും രണ്ടും നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡാണ്. സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൻ്റെ ഡേറ്റ് ഒന്നും വന്നിട്ടില്ല. അപേക്ഷ തുടങ്ങിക്കഴിഞ്ഞ് ഏതാണ്ട് 2 ദിവസത്തിനകം റിസൾട്ട് വരുന്നതിന് മുമ്പ് 1 ദിവസം മുമ്പ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് പ്രീമിയർ വീഡിയോസും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യപ്പെടും. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുക. എല്ലാവർക്കും അലോട്ട്മെൻറ്റ് ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മൈ നെയിം ഈസ് കറിയ, ദ ഫൗണ്ടർ ഓഫ് കറിയ ഫോട്ടക്, ദ കരിയർ ഗൈഡൻ. താങ്ക് ഫോർ വാച്ചിങ്. ബൈ.